ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുധിയുടെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് രേണുസുധി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ ഹനാൻ എന്ന് പറയുന്ന ഒരാള് ചേച്ചിയെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അബോഷൻ ചെയ്തു പല കാര്യങ്ങൾ. അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഈ പേര് പറഞ്ഞ പുള്ളിക്കാരി എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് എന്തുകൊണ്ടൊരു വിശേഷം, സുഖമാണ്. ഞാൻ സുഖമാണ്. ഞാൻ അങ്ങനെ ആരുമായിട്ട് കോൺടാക്ട് ഒന്നും ചെയ്യാറില്ല, ഇല്ലാത്തൊരു വ്യക്തിയാണ്. വല്ലപ്പോഴും മെസ്സേജ് അയക്കും. അങ്ങനെ അയച്ചൊരു വ്യക്തി ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വിവാദം നടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. ഈ ഹനാൻ രേണുസുധിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് രേണുസുധി 21 വയസ്സുകാരനുമായിട്ട് പ്രണയത്തിലായിരുന്നു, എന്നിട്ട് അബോഷനൊക്കെ ചെയ്തെന്ന് ഹനാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അബോഷൻ ചെയ്യാനായിട്ട് രേണുസുധിയുടെ കൂടെ ഹനാൻ പോയിരുന്നു. അതായത് അന്ന് ഹനാൻ രേണുസുധിയെ ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പൊ രേണുസുധിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. രേണുസുധി ബിഗ് ബോസിലേക്ക് പോയിട്ട് ഒരു വീക്കൊക്കെ ആയപ്പോഴാണ് ഹനാൻ ഈ കാര്യം മീഡിയയോട് പറഞ്ഞത്. അതായത് രേണുസുധിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് ഹനാന് മനസ്സിലായി. അതിനുശേഷമാണ് ഹനാൻ ഇത് പുറത്തുവിട്ടെ. ഈ രേണുസുധി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ലൈവിലൊക്കെ വന്നിട്ട് എല്ലാവരെയും വെല്ലുവിളിക്കുന്നതാണ്. പക്ഷെ ഹനാനെതിരെ ഒരു വെല്ലുവിളി പോലും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ആ 21 വയസ്സ് തന്നെ അറിയാന്നല്ലേ ഇവർ പറയുന്നത്. സൗകര്യമല്ലേ പറയാൻ. അതില്ലെന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് രേണുസുധി ഇപ്പൊ പോലും തയ്യാറല്ല. ഹനാൻ ഈ ചെയ്ത കാര്യം ശരിയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒട്ടും ശരിയല്ല. കാരണം രേണുസുധിയുടെ പേഴ്സണൽ കാര്യമാണിത്. ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രേണുസുധിയുടെ ഫാമിലിയാണെന്ന് നോക്കേണ്ടത്, അല്ലാതെ ഹനാനല്ല. ഇത് പബ്ലിക്കിന്റെ മുന്നിലായിട്ട് പറയാനുള്ള ഒരു റൈറ്റും ഹനാനില്ല. രേണുസുധി ചെയ്തത് തെറ്റാണെന്ന് ഹനാന് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് രേണുസുധിനെ ഹനാൻ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു. ഹനാൻ രേണുസുധിയുടെ കൂടെ അബോഷൻ ചെയ്യാനായിട്ട് പോവില്ലായിരുന്നു. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം ഹനാൻ പറയുന്ന കാര്യമാണ്. അവരോട് പോവുകയും ചെയ്തു, അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു അവസരത്തിൽ അവരെ കുറ്റക്കാരിയാക്കിയിട്ട് ഇത് പറയുകയും ചെയ്തു. അതേ കുറ്റം തന്നെയാണ് നിങ്ങളും ചെയ്തത്. അവരെ ഹെൽപ്പ് ചെയ്തു, അതും തെറ്റ് തന്നെയാണ്. ബിഗ് ബോസിൽ ഇറങ്ങിയപ്പോഴാണ് ഈ വിവാദം നടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. അപ്പൊ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനൊരു തെറ്റ് പറ്റിയെങ്കിൽ അവൻ എന്നോട് വന്ന് പറയുവാണ്, എടാ എനിക്കൊരു തെറ്റ് പറ്റി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ട് നടക്കത്തില്ല. ഈ ഹനാനെ ഒരിക്കലും ഒരു ഫ്രണ്ടാക്കി കൂട്ടാൻ പറ്റത്തില്ലാത്ത ഒരാൾ തന്നെയാണ്. നമുക്കൊരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യരുത്. അവരെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ അവരെ കുറ്റം പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പേഴ്സണൽ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ചേച്ചിനെ ടാർഗറ്റ് അവർക്ക് റീച്ചിനായിരിക്കും. അവർക്കല്ലേ അറിയത്തുള്ളൂ. റീച്ചിന് വേണ്ടിയിട്ട് സുഹൃത്തിനെ അങ്ങനെ ചെയ്യുമോ? എനിക്കറിയത്തില്ല. ഞാൻ ഈ ഹനാന്റെ കാര്യം പറയല്ല, പൊതുവായിട്ട് പറയുകയാണ്. ചില നാറികൾ അങ്ങനെയൊക്കെ ചെയ്യും. അതായത് പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് പുറത്തുവിടുക, ഫ്രണ്ട്സുകൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിടുക, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് പേഴ്സണലായിട്ട് വിശ്വസിച്ച ഒരാൾ പറയുന്ന കാര്യമൊക്കെ സോഷ്യൽ മീഡിയ കൂടെ പുറത്തു വിട്ടിട്ട് മാന്യത നടിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നേ. പലരും മോശമായിട്ട് ഇതുപോലെ പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് ഞാനിങ്ങനെ എന്താ പറയാ മുന്നോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതൊന്നും ഇഷ്ടമില്ലാതെ കണ്ണിക്കടിയുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ എന്റെ വഴിയെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രേണുസുധിക്ക് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. ഈ പബ്ലിസിറ്റിയിലൂടെയാണ് രേണുസുധി ബിഗ് ബോസിൽ എത്തിയത്. രേണുസുധി ചെയ്യുന്ന ഒരു ആൽബം ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഇരുന്നിട്ട് എൻജോയ് ചെയ്തിട്ട് കാണുമെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുകയില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു പെർഫോമൻസ് ഒന്നും രേണുസുധി അതിൽ കാണിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാം അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഈ മേഖല കംഫോർട്ട് ആണെങ്കിൽ ഇതിലൂടെ മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നോട്ട് പോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് വിമർശിക്കാനായിട്ട് നമുക്ക് റൈറ്റ് ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. അതുപോലെ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അവരത് ചെയ്യരുതെന്ന് പറയാനായിട്ട് നമുക്ക് റൈറ്റ് ഇല്ല. ബിഷപ്പായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? ഓ ബിഷപ്പ് പിതാവ് പിതാവുമായിട്ടുള്ള പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം എന്റെ ചേച്ചി, കാരണം ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, താത്തയോ, അവരുടെ ഒരു വ്ളോഗ് കണ്ടു. രേണുസുധിയുടെ ഒക്കെ വീട്ടിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ബിഷപ്പിന്റെ ശല്യമാണ് ഞങ്ങൾ. എന്റെ ചേച്ചി നേരെ ബിഷപ്പിനെ എന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഹലോ തിരുമേനിയില്ല, അത് പറഞ്ഞോളൂ മോളെ, ഇന്ന പോലെ ഒരു പ്രശ്നം, ഒരു താത്ത ഷഫീന ബീവി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇതിട്ടല്ലോ, എന്താ അതിന്റെ അർത്ഥം? ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? മോളെ ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. രേണുസുധിയെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. നേരത്തെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഓരോ വ്ളോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട്, രേണുസുധിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം, ആ പിതാവ് എന്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത്. ഈ പിതാവിന്റെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിതാവ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. രേണുസുധിയെയും ഈ പിതാവിനെയും വെച്ചിട്ട് ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും പുള്ളിയുടെ ഫാമിലിയിൽ ഇഷ്യൂ ആയി. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് കുറച്ച് പേര് പോയപ്പോഴത്തേനും ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിരുന്നു. പുള്ളിയുടെ ഫാമിലിയിലെ ആളുകൾ വിളിച്ചിട്ട് ദേഷ്യപ്പെടുന്നേ, അതായത് രേണുസുധിക്ക് എന്തിനാണ് സ്ഥലം കൊടുത്തേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നേ, അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് സഹി കേട്ടിട്ടാണ് പുള്ളി രംഗത്ത് വന്നത്. ഇതൊക്കെ രേണുസുധി മനസ്സിലാക്കണം. പുള്ളിയുടെ അവസ്ഥയാണത്. വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ രേണുസുധി വിളിച്ചു ചോദിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം രേണുസുധിയുടെ മകന്റെ പേരിലുള്ള വീടാണ്. രേണുസുധിയുടെ ചേച്ചി ഇതിന്റെ പേരിൽ വിളിച്ചു ചോദിക്കുന്നത് വളരെ നാണക്കേടാണ്. കാരണം അവർക്കത് ചോദിക്കാനുള്ള ഒരു അധികാരവും ഇല്ല. ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയത്തില്ല. ഞാനുമായിട്ട് നേർക്കുനേരെ ഇവരാരും പ്രശ്നം വന്നിട്ടില്ല. ഞാൻ സെലിബ്രിറ്റി ആയി പോയതാണ് ഇവരെല്ലാം പ്രശ്നം. രേണുസുധി ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ വന്നിട്ട് ആ വീടിനെ കുറിച്ച് കുറ്റം പറയുമ്പോഴത്തേനും അവർ വർക്കാണ് നഷ്ടപ്പെടുന്നത്. കാരണം അവരിങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ പണിത് കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അവർക്ക് വർക്ക് കിട്ടാതാവും, ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെടും, അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് പുള്ളി റിയാക്ട് ചെയ്യുന്നത്. ആ വീടിന് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ 100% മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അത് ജിപ്സം വെച്ചിട്ടാണ് പുറത്ത് തേച്ചേക്കുന്നത്. ജിപ്സം അകത്ത് യൂസ് ചെയ്യാം,
പുറത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ കംപ്ലൈന്റ് വരും. കാരണം അതിന്റെ ഫിറ്റിയൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞു പോകും. പക്ഷെ മെയിൻറ്റെയിൻസ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാം. അതിന്റെ പേരിൽ അവരെ ഇനിയും കുറ്റം പറഞ്ഞു നടക്കുന്നത് ശരിയല്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ റിവീൽ ചെയ്യാനപ്പോ താല്പര്യമില്ലേ? ഇല്ല, ഒരു താല്പര്യമില്ല. ഓ ഇല്ല, താല്പര്യമില്ല. ഇല്ല. ആളുടെ ശബ്ദം പോലും ഒന്ന് കേൾപ്പിക്കാനുള്ള ഒരു ആൾക്കാർ ആൾക്ക് സൗണ്ട് ഇല്ലാത്ത ആളാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ കോൺവെർസേഷൻ ഞങ്ങൾ ചാറ്റ് ചെയ്യുവാണ്. ആൾക്കാർക്ക് ഇങ്ങനെ തോര വന്നിട്ടിരിക്കും. തോര വരെ രേണുസുധിയുടെ കാമുകൻ ആരാണ്? സൗണ്ട് എങ്കിലും കേട്ടാല്. രേണുസുതി ബഹ്റൈനിൽ പോയിട്ട് രേണുസുതിക്ക് ഒരു കാമുകനെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊരു കാമുകൻ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, അതിനെന്താണ്? കാരണം അവരിപ്പോ സിംഗിൾ ആണ്. അവരൊരു കല്യാണം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ലാത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക ഇപ്പൊ കിട്ടില്ല കല്യാണം കഴിച്ചാൽ. ഇത്രയും കാലം സുധിയുടെ കൂടെ ജീവിച്ച ഒരാളല്ലേ, ഇൻഷുറൻസ് തുക കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അതിന്റെ പേരിൽ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല. അതെന്താണെന്ന് അവരുടെ ഫാമിലി തീരുമാനിക്കും. ഇൻഷുറൻസ് തുക കിട്ടുന്നതെന്ന് പറയുവാണെങ്കിൽ രേണുവിന് കിട്ടും, കിച്ചുവിന് കിട്ടും, റിതപ്പന് കിട്ടും, സുധിയുടെ അമ്മയ്ക്ക് കിട്ടും. ഇത്രയും പേർക്കാണ് കിട്ടുന്നത്. അല്ലാതെ രേണുസുധിക്ക് ഒറ്റയ്ക്ക് മുഴുവൻ പൈസയും കിട്ടില്ല. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.